ഇരിക്കൂറിൽ ഒരു വട്ടം കൂടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉണർത്തിയാണ് അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ വ്യാഴാഴ്ച അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ പ്രചാരണത്തിനെത്തിയത്. ദീർഘകാലം ഇരിക്കൂറിനെ പ്രതിനിധീകരിച്ച കെ.സി. ജോസഫിന്റെ ഉറ്റമിത്രം കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉളിക്കലിലെയും പയ്യാവൂരിലെയും റോഡ് ഷോ കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ശേഷം കാസർഗോഡേക്ക് പോകുന്നതിനിടയിൽ അല്പനേരം മറിയ ഉമ്മൻ ഏജനറ്റുമായി സംസാരിച്ചു. ഉമ്മൻചാണ്ടിക്ക് ഹൃദയബന്ധമുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു ഇരിക്കൂർ. കേരളത്തിലുടനീളമുള്ള അതേ അനുഭവം തന്നെയാണ് ഇരിക്കൂർ. പക്ഷെ അത് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കൂറിൽ ഫീൽ ചെയ്യാം. ഇരിക്കൂർ എപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു സ്ഥലമാണ്. അപ്പയുടെ ഒരുപാട് ഹൃദയബന്ധമുള്ളവരും ഒരുപാട് അടുപ്പമുള്ള ആളുകളും ഉള്ളൊരു സ്ഥലമാണ് ഇരിക്കൂർ. ഇവിടെ വന്നിട്ട് അഡ്വക്കേറ്റ് സജീവ് ജോസഫിൻ്റെ പ്രചരണത്തിന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെയേറെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ രണ്ട് റോഡ് ഷോയിലാണ് അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത്. ഭയങ്കരമായ ഒരു ജനപങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നു. ഉളിക്കലിലും പയ്യാവൂരും രണ്ടും ഭയങ്കരമായ ജനപങ്കാളിത്തമാണുള്ളത്. അദ്ദേഹം ഉറപ്പായും ജയിക്കും, അതിലൊരു സംശയവുമില്ല. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. പ്രചാരണത്തിനായി കുറേയിടങ്ങളിൽ പോയപ്പോഴുള്ള അനുഭവം മറിയ ഇങ്ങനെ പങ്കുവച്ചു. കേരളത്തിലുടനീളം UDFന്റെ തരംഗമാണുള്ളത്. എല്ലായിടത്തും ഭയങ്കര അനുകൂലമായ ഒരു കാറ്റാണ് വീശുന്നത്. അത് ഏപ്രിൽ 9 ജനങ്ങൾ അതിന് UDFന് വോട്ട് ചെയ്യും. മെയ് 4 അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്യും. UDF മന്ത്രിസഭ അധികാരത്തിലേറും. എന്താണ് ഈ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും അധികം മിസ് ചെയ്യുന്നതെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. എല്ലായിടത്തും പോയുള്ള പ്രചരണം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പയുടെ പ്രചരണത്തിന് മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പയുടെ മരണശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പം കണ്ണൂരാണ് നിൽക്കുന്നത്. കാസർഗോഡ് കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തീരുകയാണ്. അങ്ങനൊരു പ്രചരണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു അനുഭവം ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പയില്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ അപ്പയില്ലാത്തത് കൊണ്ടാണ് ആളുകൾ കാൻഡിഡേറ്റ്സ് പലരും നമ്മളെ വിളിച്ചത്. ആ സ്ഥലങ്ങൾ ഇപ്പം തന്നെ ഇരിക്കൂർ വന്നപ്പം ഉള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുന്നതിനപ്പുറമാണ് അപ്പയോടുള്ള ഒരു സ്നേഹം. അപ്പം ഒരുപാട് സ്ഥലങ്ങളിലും അതാണ് പ്രതിഫലിക്കുന്നത്. അപ്പയെ ഡെഫിനറ്റ്ലി ഇലക്ഷൻ ടൈമിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇലക്ഷനിൽ എവിടെ പോയാലും അപ്പയോടുള്ള സ്നേഹമാണ് പ്രതിഫലിക്കുന്നത്. എന്നിലേക്ക് ഒരുപാട് അത് വരുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകാത്തത് എന്തെന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ലെന്ന് മറുമൊഴി. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലാ മീഡിയാസിനോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഒരു പ്രസക്തി ഇല്ല. നമ്മളുടെ ഇനി ഒരാഴ്ചയില്ല നമ്മൾ വോട്ട് ചെയ്യാൻ പോകാനായിട്ട്. അപ്പം ഇപ്പം തന്നെ നമ്മളെല്ലാവരും പൂർണ്ണമായി ഇലക്ഷൻ പ്രചരണത്തിലാണ്. പൂർണ്ണമായി UDF കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ പ്രസക്തിയേ ഇല്ല. തുടർച്ചയായി ഭരണത്തിലിരുന്ന LDFും ഉറച്ച ആത്മവിശ്വാസത്തിലാണല്ലോ എന്ന ചോദ്യത്തിന് മറിയയുടെ പ്രതികരണം ഇങ്ങനെ. ട്രെൻഡ് പറഞ്ഞല്ലോ, UDF തരംഗമാണ് എല്ലായിടത്തും ഉള്ളത്. LDFും ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. അത് നാച്ചുറലി അവർക്ക് അങ്ങനെ പറയാനല്ലേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇതിന്റെ വിധി അധികം ദിവസമൊന്നും ഇല്ലല്ലോ. മെയ് 4 1 മാസത്തോളം ഉണ്ട്. കാത്തിരുന്ന് കാണാം. ജനങ്ങൾ UDFന് അനുകൂലമായി വിധി എഴുതും. ജിതിനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.